കോഴിക്കോട് ബേപ്പൂരിൽ കടലിൽ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായുള്ള മറൈൻ ആംബുലൻസ് പ്രവർത്തനരഹിതം. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള കാരുണ്യ മറൈൻ ആംബുലൻസാണ് പ്രവർത്തിക്കാത്തത്. എഞ്ചിൻ തകരാറ് മൂലമാണ് ബോട്ട് സർവീസ് നടത്താൻ കഴിയാത്തത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. ജെ മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വിഴിഞ്ഞം, ബേപ്പൂർ, വൈപ്പിൻ എന്നിവിടങ്ങളിൽ മറൈൻ ആംബുലൻസ് അനുവദിച്ചത്. അടിയന്തര വൈദ്യസഹായമാണ് പ്രധാന ലക്ഷ്യം. മത്സ്യത്തൊഴിലാളികളിൽ കടലിൽ വെച്ച് അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷപ്പെടുത്തുകയും പ്രാഥമിക വൈദ്യസഹായം നൽകുകയും ചെയ്യും. എന്നാൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് 1 വർഷത്തിലധികമായി ബേപ്പൂരിലെ മറൈൻ ആംബുലൻസ് ഹാർബറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ഉപകാരമില്ല. അതാ കെട്ടിക്കിടക്കണം. എന്താണുള്ളത്? വലിയ AC ഇട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. കുറച്ച് ആളുകൾ നമ്മളെ പൈസ കൊടുത്തിട്ട് നമ്മളെല്ലാ പൈസ നമ്മളെ കൈ വന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ട് നികുതി വാങ്ങിയിട്ട് ഇവർ AC ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കും. കഴിഞ്ഞ ദിവസം ബോട്ട് മറിഞ്ഞ് 17 പേർ അപകടത്തിൽപ്പെട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത്. കാരുണ്യ ബോട്ട് എന്ന് പറഞ്ഞ ഒരു ബോട്ട് ഇവിടെ ഉണ്ട്. ആ ജെട്ടിൻ്റെ ആ സ്പോട്ടിൽ കെട്ടിട്ട് നിൽക്കാന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപകടം പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ഉണ്ടാവുള്ളൂ എല്ലാത്തിനും. അല്ലാണ്ട് ഇവരെ കൊണ്ട് ഒരു ഉപകാരം നമുക്ക് ഇതുവരെ ഇല്ല. കാരുണ്യ മറൈൻ ആംബുലൻസ് പണിമുടക്കിയതോടെ മത്സ്യബന്ധന ബോട്ട് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പ്. സാജിദ് അജ്മൽ, മീഡിയ വൺ, കോഴിക്കോട്.